എന്താ മച്ചാ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? നോമ്പിന് ടൈമൊക്കെ ഒന്ന് പാകാവട്ടെ. പണിയല്ലേ നേരം നടക്കട്ടെ. പാകാവണില്ല നോമ്പായിട്ട്. നേരം പോവാത്തതിനാണ് ഇപ്പൊ എന്നെ വിളിക്കണേ. അങ്ങനെയല്ല, ഈ രണ്ട് ഈ ആഴ്ചനോ അസറ് കഴിഞ്ഞിട്ടൊക്കെ വിളിച്ചാൽ നിങ്ങളെ കോൺസെൻട്രേഷൻ കിട്ടുമോ? അസുറ കഴിഞ്ഞിട്ട് എല്ലാരും ഉണർന്ന് നിൽക്കുള്ളൂ. അപ്പോളെ നമുക്ക് വിളിച്ചാണ്ടുള്ളൂ. എന്താ എല്ലാരും വേണ്ടേ ക്ലാസ് വെക്കാൻ? എല്ലാരും എല്ലാരും ക്ലാസ് കേട്ടോട്ടെ. അതിന് അപ്പൊ തന്നെ ഇടാൻ പറ്റില്ലല്ലോ. ഇതിന് നമുക്ക് പണിയില്ലേ. ഇത് ആ പിന്നെ ഇനി എഡിറ്റ് ചെയ്യണം. എപ്പോഴാ ഇത് വരിക യൂട്യൂബിൽ? ഏത് ഈ അത് ഇന്നിപ്പോ സംസാരിക്കണതോ? ആ ഇന്നിപ്പോ നമ്മൾ എന്താ സംസാരിക്കണത്? ഇന്നിപ്പോ ഓൾറെഡി പറഞ്ഞ വേറെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കല്യാണത്തിനെ ഇടും. പറ്റിട്ട് നിങ്ങൾക്ക് എന്ത് വിശ്വാസം ഉണ്ടോ? കല്യാണത്തിനെ കുറിച്ചോ? ആ നബിന്റെ നബിന്റെ കല്യാണത്തിന് എനിക്കതിന് ഒന്നിനും വിശ്വാസമില്ല ഇപ്പളേ. ഞാൻ അങ്ങനെ തെളിഞ്ഞ ഇതായിട്ട് ഇരിക്കണല്ലോ. എല്ലാം തെളിഞ്ഞ് കിട്ടിയിട്ട് ഇരിക്കാണ്. ഓഹോ നബിന്റെ കല്യാണം എന്ന് പറയണ തന്നെ ചിലക്ക് തമാശയാണ്. കല്യാണത്തിനെ കളിയാക്കലാണ് നബിന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോ തന്നെ. നബി ആകെ നേരെ കോലത്തിൽ ആകെ ഒരു കല്യാണം കഴിച്ചിട്ടുള്ളൂ, ഏത്? ഖദീജാനെ. ഈ ആയിഷ ബീവിനെ കല്യാണം കഴിച്ച എത്ര അതാണെങ്കിൽ വയസ്സിലാ? നുബുവത്തിന് മുമ്പാണ്. ആയിഷ ബീവിനെ കല്യാണം കഴിച്ച എത്ര വയസ്സിലാ? 52 ഏഹ് 52 ആയിഷ ബീവിക്ക് എത്ര വയസ്സാ? 6 പറയുന്നുണ്ട്, 7 പറയുന്നുണ്ട്. 9? 9 വയസ്സില് വീട് കൂടി എന്നൊക്കെയാണ് പറയണത്. അത് ആ ഹിജറയുടെ ഇടയിൽ പെട്ടില്ലേ 2 കൊല്ലം. ആ അത് പിന്നെ കുറച്ച് മുമ്പൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ടായില്ലല്ലോ നാട്ടിലൊക്കെ. അതുകൊണ്ട് എന്താ കാര്യം? കുറച്ചു മുമ്പത്തെ കഴിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ആളല്ലല്ലോ മുഹമ്മദ് നബി. മുഹമ്മദ് നബി ലോകാവസാനം വരെയുള്ള ആൾക്ക് മാതൃക കാണിക്കാൻ വന്ന ആളല്ലേ. അതിലിപ്പോ എന്താ മാതൃക? മുഹമ്മദ് നബി പിന്നെ ഇപ്പൊ സൈനബിന് ആരാ മുഹമ്മദ് നബി കല്യാണം കഴിച്ചു കൊടുത്തത്? ആരാ ചെയ്തോ? ആരാ നിങ്ങൾ പറയും? മുഹമ്മദ് നബി ആരാ കല്യാണം കല്യാണം എന്നൊക്കെ പറയുമ്പോ സൈനബിന് ആരാ മുഹമ്മദ് നബി കല്യാണം കഴിച്ചു കൊടുത്തത്? ആരാ? നിങ്ങൾ പറയേ. സൈനബിനെ അറിയില്ല. ആരാ നിക്കാഹ് ചെയ്ത് കൊടുത്ത? ആരെയൊന്ന് വലിയ ആരാ? നിങ്ങൾ പറയും മനുഷ്യ. മുഹമ്മദ് അറിയില്ല. നബി കല്യാണം കല്യാണം എന്ന് പറയണ്ടല്ലോ. കല്യാണം എന്ന് പറഞ്ഞാല് വലിയ ഉണ്ടാവണം അല്ലേ, ആർക്ക് സാക്ഷികൾ വേണം? ഉണ്ടാവണം ആ ഒക്കെ അല്ലേ. ഷാഹിദാനി ഉണ്ടായിരുന്നു. അതാണ്. മുഹമ്മദ് നബി സൈനബിനെ കല്യാണം കഴിച്ചപ്പോ ആരെയൊന്ന് വലിയ? ആരാ? നിങ്ങൾ പറയും മനുഷ്യ. ആശയൊന്നുമില്ലേനി? നിങ്ങൾ മുഹമ്മദ് നബി പിന്നെ സൈനബിനെ നിക്കാഹ് ചെയ്തിട്ടുണ്ടോ? സൈനബ ബീവി ആയിഷ ബീവി അവർക്ക് ഭാര്യമാരാണല്ലോ. ഭാര്യമാരെന്ന് ഇപ്പൊ നമുക്ക് ആരെയും പറഞ്ഞൂടെ? ഇത് പറയും. സൈനബിനെ മുഹമ്മദ് നബി നിക്കാഹ് ചെയ്തിട്ടുണ്ടോ? പിന്നെങ്ങനെ? അതന്നെ ചോദിക്കണേ. പിന്നെ എങ്ങനെ ഭാര്യ അറിയണ നിങ്ങള്? നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? ഏ നിങ്ങളെന്താ ഉദ്ദേശിച്ചേ? നിങ്ങൾ പറയേ. അങ്ങനെ ഉണ്ടോ? എങ്ങനെ നിക്കാഹ് ചെയ്യണമെന്നോ? ഉം ഇപ്പൊ ചെയ്യാക്കൂലല്ലോ ഭാര്യമാരാകുമ്പോ. ചെയ്യാതിരിക്കാൻ പാടില്ലേ. മുഹമ്മദ് നബി പഠിപ്പിച്ചു തന്നതനുസരിച്ചിട്ട് ഈ മൊല്ലാക്കൊക്കെ അടുപ്പിലാകാന്നാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പൊ അത് ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ. അല്ല ഇത് പറയുങ്ങള്. അത് അറിയില്ല. എന്താണ്? എന്താണ്? നിങ്ങൾ പറയേ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു അറിയില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, അവിടെ നിക്കാഹും ഇല്ല. എന്നിട്ട് ഇല്ല. കട്ടിൽപ്പാളിമ ചെന്ന് നിന്നിട്ട് പറഞ്ഞു അല്ല എനിക്ക് എന്നെ നിക്കാഹ് തന്നിക്കണു. കയറി റൂമിന്റെ ഉള്ളിൽ. അത്രേ ഉള്ളൂ. ഇതെവിടുന്ന് കിട്ടി? എവിടുന്നപ്പ ഇത് കിട്ടുക? അല്ല, അതൊരു വിഷയം ഒരാളെ പറ്റി കാര്യപ്പെട്ട ഒരാളെ പറ്റി നിങ്ങൾ ഔദ്യോഗികമായി പറഞ്ഞ മാതിരി പറയണമെങ്കിൽ അതിനൊരു അടിസ്ഥാനം ഇല്ലാതെ നമ്മളെങ്ങനെ അതെല്ലാം വിശ്വസിക്കുക? ഹദീസിലൊക്കെ ഉള്ളതല്ലേ. എന്നിട്ട് മുഹമ്മദ് നബീന്റെ മറ്റു ഭാര്യമാരോട് സൈനബ് പൊങ്ങച്ചം പറഞ്ഞു പറഞ്ഞേ ഇന്ന അള്ളയാണ് കല്യാണം കഴിച്ചു കൊടുക്കണത്. അപ്പൊ കല്യാണം അല്ലല്ലോ. ഒരു പെണ്ണിന്റെ കട്ടിലപ്പടിന്റെ അവിടെ ചെന്ന് നിന്നിട്ട് വാതിലിന്റെ അവിടെ കയറി ചെന്നിട്ട് അന്നെ എനിക്ക് അള്ള കല്യാണം കഴിച്ചു തന്നിക്കണു പറഞ്ഞിട്ടാണ് കയറി ചെന്ന അത് ഇസ്ലാമില് നിക്കാഹായിട്ട് പരിഗണിക്കും? നിങ്ങൾ പറയും. ഇനിയിപ്പോ നിങ്ങളത് അങ്ങനെ വിശ്വസിക്കാൻ നല്ലിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചിട്ട് ഇപ്പൊ എങ്ങനെ നിങ്ങൾ വിശ്വസിക്കാന്ന കാര്യങ്ങളെ ചോദ്യം? അതിപ്പോ ഒരു ഔദ്യോഗികമായി ഞാൻ ഹദീസിലിട്ട് കണ്ടിട്ടുമില്ല. അപ്പൊ ഇത് തള്ളാനും വെച്ച കൊള്ളാനും വെച്ചാൽ അപ്പൊ ഇത് നിങ്ങൾ ഈ പറഞ്ഞ സംസാരം എടുക്കാനും തള്ളാനും വയ്യ. പിന്നെയാണല്ലേ. അതന്നെ.
അതാണേ. സൈനബേ ഉം. പിന്നെ പൊങ്ങച്ചം പറയാറുണ്ടായിരുന്നു എന്നാണ് മറ്റു ഭാര്യമാരോടെ. നിങ്ങളെയൊക്കെ ആ. നിങ്ങളെ മറ്റ് ബന്ധുക്കളും ഒക്കെയാണല്ലോ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത്. ഉം. നിന്നെ നബിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ആരാന്നറിയോ? അത് അള്ളാഹ് നേരിട്ടാണ് എന്നാണ്. അതൊക്കെ ഹദീസിലുള്ളതാ. ഉം. അപ്പൊ പിന്നെ ഈ നബിന്റെ ഭാര്യമാരെ അറിയണ തന്നെ തമാശയാണ് അറിയാം. അതൊക്കെ സഹിയായ എന്നിട്ട് സുനൻ നസായിലൊക്കെ വന്നിട്ടുണ്ട്. അനസ് ബിൻ മാലിക്കിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് സുനൻ നസായില് റിപ്പോർട്ട് ചെയ്ത് വന്ന ഹദീസാണ്. സഹീഹ് ബുഖാരിയിലും ഉണ്ട് എന്നാണ് എന്റെ അറിവ്. ഞാൻ നോക്കി പറഞ്ഞുതരാം. ഇപ്പൊ എന്നെ ഹദീസ് തന്നെ കിട്ടും. ഇപ്പൊ തന്നെ പറഞ്ഞുതരാം. ആ എന്നാ ഹദീസ് ഒന്ന് വായിച്ചാണ്. സഹീഹ് ബുഖാരി ആ 74-21. 74-21. 74 പറഞ്ഞാ 74-21 പറഞ്ഞ 7. ഇത് ബുക്ക് നമ്പർ 97, ഹദീസ് 43. മറ്റേ 54,021. സുന്ന.com-ലാണെങ്കിൽ 7421. ആ അങ്ങനെ പറഞ്ഞോടി നിങ്ങള് ഫോൺ നമ്പർ മാതിരി ആയിട്ടേ. ആ ശരി, ഓക്കെ. അന്നെ വായിച്ചോടി. മുഴുവൻ വായിക്കണ്ടല്ലോ, അവസാനം വായിച്ചാ പോരെ? എത്ര പേരുണ്ട്? കുറച്ച് പേര് തന്നെ ഉള്ളൂ. എന്നാലും അതായത് വിരുന്ന് കൊടുത്തു എന്നുള്ളതൊന്നും വേണ്ടല്ലോ. അല്ല, എത്ര പേരുണ്ട്? അങ്ങനല്ല, ഒരു വിഷയം പഠിച്ചുമ്പോ അതിന്റെ പൂർണ്ണതയിൽ പഠിച്ചാലോ. ഹദ്ദസന ഹല്ലാദ് ബിൻ യഹ്യ ഹദ്ദസന ഈസ ഇബ്നു തഹ്മാൻ قال سمعت أنس بن مالك رضي الله عنه يقول نزلت آية الحجاب في زينب بنت جحش وأطعم عليها يومئذ خبزا ولحما وكانت ഇവിടുന്ന് അങ്ങോട്ടാണ് കേട്ടോ. വക്കാനത്ത് തഫ്ഖറു അലാ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വകാനത്ത് തഖൂലു ഇന്നല്ലാഹ അൻകഹനി ഫിസ്സമാ. തഖൂലു അവള് പറഞ്ഞു. വകാനത്ത് തഫ്ഖറു അലാ നിസാഇൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓക്കേ, നിസായി നബി നബി. ഓക്കേ, നബിന്റെ ബാക്കി ഭാര്യമാരോട് പെണ്ണുങ്ങളോട് പൊങ്ങച്ചം പറയുമായിരുന്നു എന്നല്ലേ എന്റെ അർത്ഥം? സല്ലല്ലാഹു അലൈഹി വസല്ലം അല നിസായി. എന്നിട്ട് വകാനത്ത് തഖൂലു അവൾ പറയുമായിരുന്നു ഇന്നല്ലാഹ അൻകഹനി ഫിസ്സമായി. അത്രേ ഉള്ളൂ. അള്ളാഹ് ആകാശത്ത് നിന്നാണ് ഇന്നെ നബിക്ക് നിക്കാഹ് കൊടുത്തതെന്ന്. എന്താ അപ്പൊ നിക്കാഹിലെ തുറമുദിയിൽ ഇതേ ഹദീസിന് കേട്ടോ. ഞാനിവിടെ ഒത്തുപിടിച്ചാലേ ഒത്തുപിടിച്ച ഇസ്ലാം 4 ദിവസം കൊണ്ട് തീരുമാനാക്കാം. തൽക്കാലം ഞാൻ അതിന് തിരിയണില്ല. നിങ്ങൾ നിർത്തല്ല, ഇടക്കിടക്കാൻ വിളിക്കും. ഇപ്പൊ ഇത് ഇവിടെ നമ്മൾ നിർത്താണോ? നബിന്റെ കല്യാണ കഥ അല്ല, ഇത് അങ്ങനെയാണല്ലേ? അങ്ങനെ ഇത് മാത്രമൊന്നല്ലെന്നേ. എന്താ കഥ? പിന്നെ ഇതിപ്പോ സൈനബിന്റെ കഥ. സഫിയനെ കൊണ്ട് സഫിയനെ കൈമാറി കിട്ടിയ കഥ നിങ്ങൾക്ക് അറിയില്ലേ? എന്താ പറയാ, സഫിയനെ ദിഹിയൽ കൽബിക്കാണല്ലോ കിട്ടിയത്. ഓരിച്ചപ്പോ ദിഹിയത്തുൽ കൽബ് കൽബോ. അപ്പോ പിന്നെ യുദ്ധം കഴിഞ്ഞിങ്ങനെ ആൾക്കാരെ കൂട്ടി വെച്ചിന്റെ അടിയിൽ നിന്ന് വന്നിട്ട് എനിക്കൊരു അടിമപ്പെണ്ണിനെ വേണമെന്ന് പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു, ഇജായിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കൊണ്ടേക്കോന്ന് പറഞ്ഞു. എന്നിട്ട് ദിയൽ കൽബി കിട്ടിയതാണെങ്കിൽ സഫിയാനെ വിളിച്ചോണ്ടുപോയി. അപ്പോ വേറൊരാള് വന്നിട്ട് നബിനോട് പറഞ്ഞു, എന്തോ അസൂയ തോന്നിയിട്ടായിരിക്കും. അപ്പൊ നബിനോട് നിങ്ങളാണ് സഫിയാനെ പിന്നെ ദിഹിയക്ക് കൊടുത്തത്? ഓളെന്ന് പറഞ്ഞാല് ആ ഹുയൈന്റെ മകളല്ലേ. അപ്പോ അത് തല തറവാട്ട് പറഞ്ഞൊരു പെണ്ണല്ലേ, കാണാനും നല്ല സുന്ദരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അപ്പോ നിങ്ങൾക്കല്ലാതെ ഓള് യോജിക്കൂല പറഞ്ഞു നബിനോട്. നബി എന്ത് ചെയ്തു? ആളയച്ച് വിളിച്ചു, ദിഹിയനെ തിരിച്ചു വിളിച്ചു, അവളെയും കൊണ്ടുവന്നു. എന്നിട്ട് അവളെ കണ്ടപ്പോ നബിക്ക് പറഞ്ഞു, ഇയാൾ പറഞ്ഞത് ശരിയാണല്ലോ തോന്നി. അങ്ങനെ ദിഹിയനോട് പറഞ്ഞു, ഓളവിടെ ഇരുന്നോട്ടെ, ഞങ്ങൾക്ക് വേറെ ഒരെണ്ണടുത്തോ പറഞ്ഞു. സ്ത്രീകളെ കുറിച്ചാട്ടെ പറയണേ. എന്നിട്ട് മുഹമ്മദ് നബി തന്നെ അവരെ മോചിപ്പിച്ചു കല്യാണം കഴിച്ചു എന്നാണ് കഥ. പക്ഷെ പ്രശ്നം എന്താ വെച്ചാലേ,
ഇത് കല്യാണമായിരുന്നോ ഇവൾ അടിമപ്പെണ്ണാണോ എന്ന് ആളുകൾക്ക്, സഹാബികൾക്ക് സംശയമില്ല. ഞാൻ ഈ പറഞ്ഞത് ഹദീസിലുള്ള കേട്ടോ. ആ പിന്നെ ഇത് കഴിഞ്ഞ് പിന്നെ രാത്രി ഒരു തമ്പിന്റെ ഉള്ളിൽ മുഹമ്മദ് നബി കൂടാരത്തിനുള്ളിൽ മുഹമ്മദ് സഫിയും കൂടാണ്. അവിടെ കല്യാണം ഒന്നും നടക്കുന്നില്ല, ആ നിക്കാഹും ചടങ്ങോ കാര്യങ്ങളൊന്നും ഇല്ല. മുഹമ്മദ് നബിയാണ് കൂടാണ്. പാലേരി മാണിക്യത്തിലെ മറ്റേ വയസ്സം കാക്കയാണ്, മുതലാളിയാണ് മുഹമ്മദ് നബി അവിടെ. എന്നിട്ട് പിന്നെ എന്താ പറയാ, ആളുകള് ഇങ്ങനെ കൂടാരത്തിൽ കുറച്ച് പേര് കാവൽ നിന്നാണ്. അപ്പൊ ആൾക്കാർക്ക് സംശയം, ഇതിപ്പോ എന്താണിപ്പോ, സഫിയ വൈഫാണോ അതോ അടിമപ്പെണ്ണായിരിക്കോ, കോൺക്യുബൈൻ ആയിരിക്കോ എന്നുള്ളൊരു സംശയം. അപ്പോ ഒരാൾ പറഞ്ഞു കൊടുത്തു, ഒന്നും പേടിക്കണ്ട, നമുക്ക് രാവിലെ വരെ നോക്കാം. രാവിലെ കൂടാരത്തിനുള്ളിൽ നിന്ന് സഫിയ ഇറങ്ങി വരുമ്പോ ഹിജാബ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചോളിയും ഭാര്യയാണ്, ഹിജാബ് ഇട്ടിട്ടില്ലെങ്കിൽ അതപ്പോ അടിമപ്പെണ്ണാണ്, നമുക്ക് ഉറപ്പിക്കാം എന്ന് കൂടാരത്തിന് പുറത്തുനിന്ന ആൾക്കാര് കുശു ഇത് കുശു നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയേ? സഹീഹ് ബുഖാരി 51-59 ഹദീസിന് കിട്ടിയ 5159. ആ ഹദീസ്, നമ്മള് ഹദീസ് ഇല്ലാത്തൊന്നും പറയില്ലല്ലോ. നിങ്ങളെങ്ങനെ ചാറ്റ് ജിപിറ്റിയോ എന്താ സാധനം ഉണ്ടല്ലോ അങ്ങനത്തെ? ചാറ്റ് ജി പി ടി ഒക്കെ ഇപ്പൊ ഒരു 1.5 കൊല്ലായിട്ടല്ലോ വന്നിട്ടേ. നമ്മളിത് അല്ല, പറയാൻ വേണ്ടി നിങ്ങളെങ്ങനെ ഇത് കാലത്ത് അർത്ഥം പഠിക്കണേ? കുറച്ചൊക്കെ നമുക്ക് അറിയും, ബാക്കി കുറച്ച് നമ്മള് ആവശ്യമുള്ള സ്ഥലത്ത് സഹായം ചോദിക്കും. ആ. നിങ്ങളെ പോലെ സനതെടുത്ത് എത്ര ആൾക്കാർ നമ്മളെ കൂടെ വെച്ചിട്ട് നിങ്ങളെ നമ്മളെ കൂടെ കൂടിക്കോളേ, നിങ്ങൾക്ക് നല്ല ജോലിയാവും. ജോലി ചിലപ്പോ നിങ്ങളെ തന്നെ വരേണ്ടി വരും, പക്ഷേ ജോലി ഇവിടെ കിട്ടാത്ത മട്ടാ. നിങ്ങൾ ജോലി നമ്മൾ തരാം. ആ. നമ്മള് പിന്നെ ഫത്തുൽ ബാരി ഒക്കെ മലയാളത്തിലേക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യണമെന്ന് വിചാരിക്കണ്ടേ. ഭാര്യ പക്ഷെ സത്യസന്ധമായിട്ട് എഴുതണം, വെളുപ്പിച്ചും ഇതൊക്കെ എഴുതാൻ പറ്റില്ല. അങ്ങനെ ഉള്ളത് പോലെ എഴുതണം, അത്രേ ഉള്ളൂ. ഞാനിಲ್ಲಿ തന്നെ അതില് ക്യാമറ, അതില് ക്യാമറാണ്. ആരുങ്ങളോ? ആ നിങ്ങളെ അത് നോക്കിയോണ്ടി. മറ്റേ ഈ ഇതുണ്ടല്ലോ കമന്റില്, അതൊന്ന് വായിച്ചു നോക്കിയാണോ? ഇല്ല. നിഷ്കളങ്കനാണെന്നുള്ളതിൽ ആർക്കും തർക്കമില്ല, അതുണ്ട്, അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ എല്ലാവർക്കും. ഇങ്ങനെ അപ്പൊ മുഹമ്മദ് നബിന്റെ ഭാര്യമാര് എന്നൊക്കെ പറയുമ്പോ നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പറയണം. ആകെ 1-2 ഉള്ളൂ, ബാക്കിയൊക്കെ എങ്ങനെയാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചാ മതി. പിന്നെ ഇപ്പൊ കല്യാണം കഴിപ്പിച്ചു എന്ന് പറയാൻ വന്ന രണ്ടാമത് നാട്ടുകാരോട് പറയാനും പറ്റില്ല, അത് ആയിഷയാണ്. പിന്നെ വേറെ ചില വശങ്ങളൊക്കെ ഉണ്ട്. എന്ത് വശം? ഈ ഹയർ ഉണ്ടായി കഴിഞ്ഞാൽ പെണ്ണുങ്ങളോട് കൂടെ ഒരു കടക്കലില്ലേന്, അങ്ങനത്തെ ഭാര്യമാരോട് ഓരോ ജയിലാറിന്റെ വലിയ റൂമിലാക്കിയിട്ടില്ലേനി പെണ്ണുങ്ങളെ. അപ്പൊ നബി എന്ത് ചെയ്ത്, ആയിഷ ബീവിനെ ഒരുമിച്ച് കടത്തി. ആയിഷ ബീവി ആയതുകൊണ്ടല്ലേ, വേറെ ആരും അങ്ങനെ കടത്തിയതായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, നിങ്ങൾ ആ നിലയ്ക്ക് ചിന്തിക്കണ്ട, അത് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിട്ടാണ്. അല്ല, ആയിഷ ബീവി അല്ലാത്ത വേറൊരു ഭാര്യമാര് ഇങ്ങനെ ഒരു ഹൈലുള്ള സമയത്തും കൂടെ കിടക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടില്ല. അറിയാം, ഞാൻ വെറുതെ പറഞ്ഞതാ. കൂടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മറ്റേ നിൽക്കുന്നല്ല. മനസ്സിലായി. ചേർന്ന് കിടക്കുമായിരുന്നു എന്നല്ലോ, അത്രേ ഉള്ളൂ. നമ്മള് വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല. അതുപോലെ തന്നെ ഒരേ പാത്രത്തിൽ നിന്ന് കുളിക്കുമായിരുന്നു. അതൊക്കെ ഈ 6-ാം നൂറ്റാണ്ടിലെ അറബികൾക്ക് അങ്ങനത്തെ പതിവുകളില്ലേനി, ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുത്ത നബിയാണ്. അതൊക്കെ ശരിയാണ്, അങ്ങനൊക്കെ. കാര്യമൊന്നുമില്ല. കാരണം എപ്പോഴും ഹൈള് അശുദ്ധിയാണെന്ന് തന്നെയാണ് പറയണത്. അതങ്ങനെ തന്നെയാണല്ലോ, മാറിക്കിടക്കൂലെന്നുള്ളൂ. ആ സമയത്ത് ഓരോ ശരീരമൊക്കെ ബലഹീനായിക്കണാണ്, അപ്പൊ ബന്ധപ്പെടാൻ പാടില്ല. ബന്ധം പിടിങ്ങള്. അശുദ്ധി എന്ന് പറഞ്ഞ എന്താ? അശുദ്ധി എന്ന് പറഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങളല്ലേ, ബന്ധപ്പെടൽ മാത്രമാണോ? ഓൽക്കൊരു ആ സമയത്ത് ഒരു ആരോഗ്യം അത്ര ഒന്നും ഉണ്ടാവില്ല, അങ്ങനൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും പറയണെച്ചാല് ഈ ആയിഷനെ കല്യാണം കഴിക്കുന്നത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിട്ടാന്നൊക്കെ പറയണേ. പട്ടിൽ പൊതിഞ്ഞിട്ട് അള്ള സ്വപ്നം കാണിച്ചു എന്നാ പറയുന്നത്. എന്താപ്പാ സ്വപ്നമൊക്കെ? 52 വയസ്സുള്ള ചങ്ങായി 6 വയസ്സുള്ള കുട്ടീനെ കല്യാണം കഴിക്കുന്ന സ്വപ്നം കാണാന്നൊക്കെ പറഞ്ഞാലേ, വേറെ സബ്ജക്റ്റ് ചർച്ച ചെയ്യേണ്ടതാ. സ്വപ്നം വേറെയാണ്. പക്ഷെ ഈ സ്വപ്നം കണ്ടുന്നത് കിടക്കപ്പായെന്ന് നീച്ച് പല്ലേച്ച് മോൻ കഴിയാൻ മറക്കണ്ടേ? നേരെ ചെന്നിട്ട് അബൂബക്കറിനോട് 6 വയസ്സുള്ള കുട്ടീനെ കെട്ടിച്ചേരെന്നൊക്കെ ചോദിക്കണതാണ് പ്രശ്നേ. അപ്പൊ അതിലൊന്നും നമുക്കൊന്നും ഇപ്പൊ ഇതിൽ മാതൃക ഒന്നുമില്ല. നമുക്ക് ഇങ്ങനെ കഥാപുസ്തകം വായിക്കണം പോലെ ഇതൊക്കെ വായിച്ചു പോവാം. ഇങ്ങനെ ഒരാൾ അവിടെ ജീവിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് പറയാം. അതിനപ്പുറത്ത് നിങ്ങൾ അയാളെ മാതൃക ആയിക്കോളി എന്ന് പറയുമ്പോ വലിയ സുയിപ്പാണ്. ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ അതിനകത്തുണ്ടേ. ഇതൊക്കെ ഇപ്പൊ നമ്മളൊന്നും പറയണല്ലോ. നിങ്ങളിപ്പോ ഞാൻ പറഞ്ഞ ഹദീസ് നിങ്ങൾ എടുത്ത് നോക്കിക്കോളി എന്നുള്ളതല്ലേ. എന്തായാലും
നടക്കട്ടെ. നിങ്ങള് ഒഴിഞ്ഞ് വിളിക്കും. ആ പിന്നെ ദിവസം വിളിക്കാം. ശരി.